എന്താടോ എന്തു പറ്റി? തന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത പോലെ. ഞാനൊരു കാര്യം പറഞ്ഞ പൃഥ്വി സപ്പോർട്ട് ചെയ്യോ? അതിലെന്താ സംശയം? ആ കാര്യം പറ. അത് പൃഥ്വി, നമുക്കിപ്പോ ഈ കുഞ്ഞു വേണോ? സത്യം പറയാലോ, ഞാനൊരു അമ്മയാവാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. എടോ, ഈ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചതല്ലോ. അതല്ല പൃഥ്വി, എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ജീവിക്കണം. പൃഥ്വിയുടെ തിരക്കുകൾ കാരണം ശരിക്കും പറഞ്ഞ എനിക്ക് പൃഥ്വി അധിക സമയം അടുത്ത് കിട്ടിയിട്ടുമില്ല. അതിനിടയില് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്ന അതെങ്ങനെ ശരിയാവും? എടോ, കുഞ്ഞെന്ന് പറയുന്നത് ഈശ്വരൻ തരുന്നതല്ലേ അക്ഷയ്. അത് വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? പൃഥ്വി എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പൃഥ്വിയുടെ മനസ്സിൽ യാതൊരു വിലയില്ലേ? അങ്ങനെയാണോ അക്ഷയ് ഞാൻ പറഞ്ഞത്? താൻ പ്രഗ്നന്റ് ആണെന്ന് സംശയം പറഞ്ഞപ്പോഴേ വീട്ടിലെല്ലാവരുടെയും സന്തോഷം താൻ കണ്ടതല്ലേ? എടോ, അപ്പൊ പിന്നെ ഇത് വേണ്ട, ഒഴിവാക്കാൻ പോവാണെന്ന് എങ്ങനെയാ നമ്മൾ എല്ലാവരോടും പറയാ? അതിന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ആരോടും പറയാതിരുന്നാ പോരെ? അതൊന്നും നടക്കില്ല അക്ഷയ്. നിനക്കറിയാലോ, ഇത് നമ്മുടെ ഫാമിലി ഡോക്ടറാ. നമ്മൾ മറച്ചു വെച്ചാലും ഡോക്ടർ തന്നെ പോയി എല്ലാവരോടും പറയും. ഇവിടെ താനിങ്ങനെ വിഷമിക്കാതെ. കുഞ്ഞു വന്നതുകൊണ്ട് എനിക്ക് തന്നോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. എടോ, പിന്നെ ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ, എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നല്ലേ. അങ്ങനെയുള്ളപ്പോ അബോർഷൻ നടത്താൻ പോകുന്നതൊക്കെ റിസ്ക് ആണ്. കുഞ്ഞിനെ മാത്രമല്ല, അത് തന്നെയും ബാധിക്കും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. താൻ കേറ് കേറ്.